അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ തൈസലത്ത് ബിനു മയ്യാസ് എന്ന് പറയുന്ന താബിഈ വന്ന് ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ചുള്ള ഹദീസാണ് നമ്മൾ പകുതി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നജിദാത്തുകളോടൊപ്പം അദ്ദേഹം താമസിച്ച കാരണത്താൽ അവരുടെ അടിസ്ഥാനമനുസരിച്ചുകൊണ്ട് ചെറിയ ദോഷങ്ങൾ പോലും വലിയ പാപങ്ങളായി കുറേ ചെറിയ ദോഷങ്ങൾ ചെയ്താൽ അത് അവൻ കാഫിറും മുശ്രിക്കുമാണ് എന്ന ആ തത്വം അനുസരിച്ചുകൊണ്ട് ഈ വ്യക്തിയും ഈ താബിഈയും താൻ ചെയ്ത പ്രവർത്തനം മഹാപാപമായി എന്ന് മനസ്സിലാക്കുകയും അത് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്തൊക്കെയാണ് മഹാപാപങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ആരാധനയുടെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ഇനം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അപ്പൊ ഇതാണ് മഹാപാപങ്ങൾ ഒന്നാമത്തേത്, ഷിർക്ക്. പിന്നീട് പറഞ്ഞു വഖത്ലു നസ്മ. ഖത്ലു നസ്മത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തികളെ കൊലപ്പെടുത്തൽ, മറ്റുള്ള ആളുകളെ കാരണം കൂടാതെ ഒരു വ്യക്തി കൊല്ലുക. കാരണം കൂടാതെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി ഒരു കോടതിക്ക് ഒരു വ്യക്തി ചെയ്യുന്ന ചില തെറ്റുകളിൽ ഇസ്ലാം അനുവദിച്ച അല്ലെങ്കിൽ ഇസ്ലാം ശിക്ഷ നിയമമാക്കിയ വിഷയങ്ങളിൽ കൊല ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമിക ഗവൺമെന്റിനുണ്ട്. അതല്ലാത്ത നിലക്ക് കാരണമില്ലാതെ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ നടത്താൻ പാടില്ല, അത് മഹാപാപമാണ്. അടുത്തതായി പറഞ്ഞു അൽ ഫറാറു മിനൽ സഹഫ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുക. അങ്ങനെ ഓടാൻ പാടില്ല, അത് മഹാപാപമാണ്. അതുപോലെ തന്നെ വഖദ്ഫുൽ മുഹ്സന, നല്ലവരായ സ്ത്രീകളെ കുറിച്ച് ആരോപണം പറയൽ. ഖദഫ് എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ അർത്ഥം എറിയുക എന്നാണ്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക, അല്ലെങ്കിൽ ആ നിലക്കുള്ള മോശമായ സംസാരങ്ങൾ നല്ലവരായ സ്ത്രീകളെ കുറിച്ച് പറയുക, ഇത് മഹാപാപമാണ്. പിന്നീട് പറഞ്ഞു വാക്കിലു റിബ വാക്കിലു മാലിൽ യതീം, പലിശ തിന്നുക, അതേപോലെ തന്നെ അനാഥയുടെ സ്വത്ത് തിന്നുക. വഇൽഹാദും ഫിൽ മസ്ജിദ്, പള്ളിയിൽ അക്രമം കാണിക്കുക, അന്യായമായ പ്രവർത്തനങ്ങൾ, അതിക്രമങ്ങൾ പള്ളിയിൽ വെച്ചുകൊണ്ട് കാണിക്കുക. പിന്നീട് പറഞ്ഞു വല്ലദി യസ്തസ്ഖിർ. യസ്തസ്ഖിർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ആശയങ്ങൾ അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയെ നിസ്സാരനായി മോശമായി തരം താഴ്ന്നവനായി കാണുകയും എന്നിട്ട് ആ വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതിന് പ്രതിഫലം കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ഇത് ഒരു തരം ഇസ്തിസ്ഖാറാണ്. ഇനി ഈ ഇസ്തിസ്ഖാറിന് യസ്തസ്ഖിറു എന്നതിന് പണ്ഡിതന്മാർ നൽകിയ രണ്ടാമത്തെ വിശദീകരണം മറ്റുള്ള വ്യക്തികളെ പരിഹസിക്കുക, അവർ നിസ്സാരന്മാരാക്കി കാണുക, എന്നിട്ട് അവർ അതിന്റെ പേരിൽ അവരെ ചിരിച്ച് കളിയാക്കുക, ഇതൊക്കെ അതിൽ പെടും. ഇനി യസ്തസ്ഖിറു എന്ന പദത്തിന് പകരം ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ യസ്തസ്ഹിറു എന്നാണ്. അതായത് ഹ ആണ്, പുള്ളിയുള്ള ഹ എന്ന അക്ഷരം അല്ല, യസ്തസ്ഹിറു എന്നാണ്. അപ്പൊ യസ്തസ്ഹിറു എന്ന് വായിക്കുകയാണെങ്കിൽ, പുള്ളിയില്ലാതെ ഹാവ് കൊണ്ട് വായിക്കുകയാണെങ്കിൽ സിഹിർ പഠിക്കുകയും സിഹിർ ചെയ്യുകയും ചെയ്യുക, സിഹിർ പ്രവർത്തിക്കുക, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശം. അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യലും മഹാപാപമാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വായനയുണ്ട്. ഇനി യസ്തസ്ഹിറു എന്ന് വായിച്ചാൽ തന്നെ രണ്ട് ആശയങ്ങളുമുണ്ട്. ഇത് ഏതായാലും ശരി, അതെല്ലാം മഹാപാപത്തിൽ പെടുന്നതാണ്. ഇനി ഇത് പറഞ്ഞ ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മാതാപിതാക്കളുടെ കരയൽ അവരെ ദ്രോഹിക്കലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം മാതാപിതാക്കൾ കരയുക, നമ്മുടെ ഏതെങ്കിലും സമീപനങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളോ നമ്മുടെ വാക്കുകളോ അവരെ വേദനിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ അവർ കരയുകയും ചെയ്താൽ അത് ഉഖൂഖിൽ പെട്ടതാണ്. ഉഖൂഖ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് കാണിക്കുന്ന അനുസരണക്കേട്, മാതാപിതാക്കളോട് കാണിക്കുന്ന ദ്രോഹം, അവരുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് പകരം അതിനെതിരായി പ്രവർത്തിക്കുക, അതിനാണ് ഉഖൂഖ് എന്ന് പറയാം. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് കാണിക്കുന്ന അതിക്രമങ്ങളും ധിക്കാരങ്ങളും ഒക്കെ അതിൽ പെടും.
അപ്പോൾ മാതാപിതാക്കൾ നമ്മൾ കാരണം കരഞ്ഞാൽ ആ കരച്ചിലിന് കാരണക്കാരായ നമ്മളാണെങ്കിൽ നമ്മൾ ചെയ്തത് എന്താണ്? ആ മാതാപിതാക്കളോട് കാണിച്ച ഹുഖാണ്, അത് പാടില്ല, അത് മഹാപാപമാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഈ താബിഈയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിച്ചു, അതഫറഖു മിനൻ നാരി വതുഹിബ്ബു അൻ തദ്ഖുലൽ ജന്ന, നരകത്തിൽ നിന്ന് നീ ഭയപ്പെടുകയും വതുഹിബ്ബു അൻ തദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടോ? അതായത് നരകത്തിൽ പ്രവേശിക്കുന്നതിനെ നീ പേടിക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ വല്ല അതെ, അള്ളാഹുവാണ് സത്യം, ഞാനത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, അഹയ്യുൻ വാലിദാക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇന്ദി ഉമ്മി, എൻ്റെ അടുക്കൽ എൻ്റെ ഉമ്മയുണ്ട്. അള്ളാഹുവാണ് സത്യം, എൻ്റെ ഉമ്മ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലൗ അലൻത ലഹൽ കലാം, നീ നിന്റെ ഉമ്മയോട് വളരെ മൃദുവായി സംസാരിക്കുന്ന പക്ഷം, അതായത് നീ നിന്റെ ശബ്ദം താഴ്ത്തണം, മാന്യമായി സംസാരിക്കണം, സ്നേഹത്തോടു കൂടി സംസാരിക്കണം, മൃദുവായി സംസാരിക്കണം, അങ്ങനെ നീ സംസാരിക്കുകയും അവൾക്ക് നീ, അതായത് ഉമ്മാക്ക് നീ ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ ലതദ്ഖുലന്നൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. മജ്തനബ്ത അൽ കബായിറ, മഹാപാപങ്ങൾ നിങ്ങൾ വർജിക്കുന്ന പക്ഷം. അപ്പോൾ മഹാപാപങ്ങൾ ഒഴിവാക്കുകയും എന്നിട്ട് ഇത്തരം സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ താബിഈയോട് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും മാതാപിതാക്കളോട് വളരെ മാന്യമായും മൃദുലമായും സ്നേഹത്തോടു കൂടിയും അനുകമ്പയോടെയും അലിവോടുകൂടിയും കാരുണ്യത്തോടു കൂടിയും ഒക്കെ പെരുമാറണം, സംസാരിക്കണം, ഇടപെടണം എന്നുള്ള വലിയ തത്വമാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.